ഇത്തവണ ഏത് പറയാത്തിന് വരും പറയാൻ പറ്റില്ല. കാരണം ശക്തനായ എതിരാളിയുണ്ട്, രാധാകൃഷ്ണൻ. എംപിമാര് 19 ഉണ്ടായി. അതിപ്പോ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി ആവുന്നുള്ളൊരു ട്യൂമർ അങ്ങോട്ട് അടിച്ചു വിട്ടു. അപ്പൊ ആലത്തൂര് പ്രധാന മത്സരം രമ്യ ഹരിദാസും മന്ത്രി കെ രാധാകൃഷ്ണൻ തമ്മിലാണ്. അപ്പൊ ആര് ജയിക്കുന്ന നിങ്ങളുടെ അഭിപ്രായം? എന്റെ അഭിപ്രായത്തിൽ രമ്യ ഹരിദാസ്, യുഡിഎഫിന്റെ രമ്യ ഹരിദാസ് യുഡിഎഫിന്റെ രമ്യ ഹരിദാസ് ജയിക്കും. കഴിഞ്ഞ വർഷം ഏകദേശം 1.5 ലക്ഷം ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. ആ ഭൂരിപക്ഷം നിലനിർത്തുമോ? അല്ല, അത്ര ഇല്ലെങ്കിലും ഏകദേശം 1 ലക്ഷം ഭൂരിപക്ഷം ഉണ്ടാവും. മന്ത്രി എന്ന നിലയിൽ ഒരുപാട് ജനങ്ങളുടെ ഇടയിൽ ഇഴകിച്ചേർന്ന ഒരു നേതാവാണ് കെ രാധാകൃഷ്ണൻ. അപ്പോൾ സാധ്യതയില്ല. സാധ്യതയില്ല എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. രാധാകൃഷ്ണൻ ജയിക്കും. മന്ത്രി രാധാകൃഷ്ണൻ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ എത്ര കാലമായിട്ട് മറ്റേ ഇപ്പുറത്തെ MP ജയിച്ചു പോയി ഇതുവരെ കാണാൻ കിട്ടിയിട്ടില്ല. ഇപ്പം ഇടയിലിടയിൽ മൊക്കിനും ഓരോ പോസ്റ്റുകൾ കൊണ്ടിട്ടുണ്ട്. അത് ഇട്ടിട്ടുമില്ല. ചെരവിടെ ഒന്നും ഇതില്ല, കാല് വാർത്ത് പോയല്ലാണ്ട് പിന്നൊന്നും ചെയ്തില്ല. പിന്നെ ഇപ്പൊ ഇത്ര കോടി ഉറുപ്പ് ഇറക്കി പറയാൻ കേട്ടു. അത് എവിടെ കൊണ്ട് ഇറക്കിയിട്ട് ഒരു പിടുത്തം കിട്ടിയിട്ടില്ല. ഇത്ര കോടി ഉറുപ്പ് ഇറക്കിയിട്ട് പറഞ്ഞു. ഇപ്പൊ എല്ലാവരും നോട്ടി ബാനർ കട്ടൗട്ടുകളിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഇത്ര കോടി ഉറുപ്പ് ഇറക്കിയിട്ടുണ്ട്. അത് എന്തിനു ഇറക്കി, എവിടെ പോയി ഇറക്കി, എന്ത് ചെയ്തെന്ന് ഒരു പിടുത്തമില്ല. ഒരു ഗായിക കൂടിയാണ്. ഗായിക ആയിക്കോട്ടെ, പാട്ടുപാടി ജനങ്ങളെ പറ്റിക്കാനല്ലേ പറ്റുള്ളൂ. ഇപ്പൊ ജനങ്ങളിപ്പോ വിലയിരുത്തുണ്ടല്ലോ. ഇപ്പൊ വരാത്തോണ്ട് ഇപ്പൊ ജനങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടില്ലല്ലോ. ഇത്ര കാലം പോയിട്ട് പിന്നെ ജനങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടില്ല. ഈ ആലത്തൂര് ജയിച്ചു പോയിട്ട് ഇത്ര കാലമായിട്ട് ഒരു ഓഫീസ് കെട്ടി, ഓഫീസ് കുറച്ച് അപ്പുറത്തേക്ക് മാറി, ഓഫീസിൽ പോലും ആരും ഇല്ല. ഇത് കെട്ടിക്കഴിഞ്ഞ പ്രവർത്തനമാണല്ലോ. പിന്നെ ഇടയ്ക്ക് വരിക, ഇടയ്ക്ക് ഒന്ന് ജനങ്ങളായിട്ട് ഒന്ന് കാണുക, ബന്ധപ്പെടുക, അതൊക്കെ ചെയ്യണം. ഇത് ആരായിട്ടും ഒരു ബന്ധവുമില്ല. ഇപ്പൊ ഇലക്ഷന് വേണ്ടി വന്നിട്ടുണ്ട്. അത് നമ്മൾ കണ്ടിട്ടില്ല. ആലത്തൂർ വഴിക്കേ കണ്ടിട്ടില്ല. ഇപ്പൊ വന്നിട്ട് ഇനി എന്താ ഉദ്ദേശം നമുക്ക് അറിയില്ല. എന്തായാലും നമ്മൾ രാധാകൃഷ്ണൻ സാറ് ജയിക്കുന്ന ഉറപ്പാണ്. ഭൂരിപക്ഷത്തോടെ ജയിക്കുന്ന നല്ല ഉറപ്പാണ്. ആലത്തൂർ പ്രധാന മത്സരം രമ്യ ഹരിദാസും അതുപോലെ തന്നെ മന്ത്രി കെ രാധാകൃഷ്ണൻ തമ്മിലാണ്. ആര് ജയിക്കുന്നില്ല? രാധാകൃഷ്ണൻ ജയിക്കാൻ സാധ്യത. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? ഇവിടെ അങ്ങനെ മുൻതൂക്കം സാധാരണ കണ്ടുവരുന്നത് മുൻതൂക്കമാണ്. പക്ഷെ കഴിഞ്ഞ തവണ രമ്യ ഹരിദാസാണ് ജയിച്ചത്. പക്ഷെ ഇപ്രാവശ്യം കാണുന്നത് സാഹചര്യത്തിൽ പോരാട്ടം ഉണ്ടാവും. ഒന്ന് പ്രത്യേകിച്ചും രമ്യ ഹരിദാസ് അതുപോലെ തന്നെ മന്ത്രി രാധാകൃഷ്ണൻ. അപ്പൊ നിങ്ങളെ ആര് ജയിക്കുന്നു? രാധാകൃഷ്ണനാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം നല്ല വ്യക്തിത്വത്തിന് ഉടമയാണ്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന് മുൻപ് കൊടുത്തിട്ടുള്ള വകുപ്പുകളിലാണെങ്കിലും നല്ല മെച്ചപ്പെട്ട പ്രവർത്തനം കാഴ്ചവെച്ച വ്യക്തിയാണ്. പിന്നെ മറ്റ് സാമ്പത്തിക താല്പര്യങ്ങളോ പിന്നെ സ്ഥാനമോഹങ്ങളൊന്നും ഇല്ലാത്ത വ്യക്തിയാണ്. സാധാരണ മനുഷ്യൻ. അതാണ് കാണുന്ന പ്രത്യേകത. പിന്നെ അദ്ദേഹത്തിന്റെ മണ്ഡലങ്ങളിൽ കൃത്യമായി അദ്ദേഹത്തിന് നല്ല സപ്പോർട്ടുള്ള ജനങ്ങളാണ് ഉള്ളത്. ഇതാണ് വ്യക്തിപരമായിട്ട് പറയാനുള്ളത്. BJPയുടെ സാന്നിധ്യം ഉണ്ടോ? എങ്ങനെയാണ് BJPയുടെ സാന്നിധ്യം? അവർക്കുള്ള മറ്റേ വോട്ടേഴ്സിനെ അവർക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റുമായിരിക്കും. മറ്റു സാധ്യത നിലവിൽ കാണുന്നില്ല. ആലത്തൂർ മണ്ഡലത്തിൽ കാണുന്നില്ല. ഒരു സംശയം വേണ്ട, കെ രാധാകൃഷ്ണൻ ജയിക്കും. അത്രയും നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചിട്ടുള്ള ഒരു സഖാവാണ് അദ്ദേഹം. തീർച്ചയായും ജയിക്കും. അതൊക്കെ പോയി വെറും പാട്ടുപാടി പോയതോടെ ശരി. പിന്നെ ഇവിടെ ഒരു പ്രവർത്തനത്തിനും ഈ രമ്യ ഹരിദാസിനെ കണ്ടിട്ടില്ല. മണ്ഡലത്തിന് വേണ്ടി ഒന്നും ചെയ്തില്ല. ഒന്നും ചെയ്തിട്ടില്ല. ആലത്തൂർ മണ്ഡലത്തിൽ ഇത്തവണ ശക്തമായ ഒരു പോരാട്ടം നടക്കാൻ സാധ്യതയുണ്ട്. ശക്തമായിട്ടുള്ള പോരാട്ടം. അപ്പൊ ആര് ജയിക്കും നിങ്ങളെ അഭിപ്രായത്തിൽ? ആര് ജയിക്കും എന്നാണ്? അത് തന്നെയാണ് ഞാൻ പറയുന്നത്. കഴിഞ്ഞ തവണ അവള് ഭൂരിപക്ഷത്തിന് ഭൂരിപക്ഷത്തോടെ ജയിച്ചാണ്. ഈ തവണ ഏത് പറയാത്തിന് വരും പറയാൻ പറ്റില്ല. കാരണം ശക്തനായ എതിരാളിയുണ്ട്, രാധാകൃഷ്ണൻ. അപ്പൊ അതുകൊണ്ട് ആര് വരും എന്നുള്ളത് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. ഇന്നാള് വരും ഇന്നാള് വരും പറയാൻ പറ്റില്ല. ഇവിടെ BJP ഉണ്ടോ ഈ മണ്ഡലത്തിൽ? BJP-നെ പ്രഖ്യാപിച്ചിട്ടില്ല. സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചില്ല. സ്ഥാനാർത്ഥിനെ പ്രഖ്യാപിച്ച് ഞാൻ കേട്ടിട്ടില്ല. എന്റെ സാധ്യപ്പെട്ടിട്ടില്ല. ഉണ്ടോ? നിങ്ങളുടെ ആരെങ്കിലും ഉണ്ടോ? ഇല്ല. അടുത്തൊരു മണ്ഡലത്തില് നമ്മുടെ രാധാകൃഷ്ണനാണ് ചാൻസ് കൂടുതൽ. രാധാകൃഷ്ണനെ ജയിക്കത്തുള്ളൂ. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? എന്തുകൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷമൊക്കെ MP ഈ പാട്ട് പാടിയിട്ട് പോയതല്ലാതെ ഈ മണ്ഡപം എന്താണ് ഏതാണ് എന്ന് മണ്ഡലം പറ്റിയിട്ട് മൂപ്പര് ഇതുവരെ അന്വേഷിച്ചിട്ടില്ല. വികസനം എന്നൊക്കെ പറയുന്നുണ്ട്. എല്ലാ MP-മാർക്കും കൂടിയിട്ട് ഇവര് പറഞ്ഞ തുകയെ കിട്ടിയിട്ടുണ്ടാവില്ല. പിന്നെ അങ്ങനെയാണ് ആലത്തൂർ മാത്രം എത്ര തുക ഇവര് ചെലവഴിച്ചു എന്ന് പറയണ്ടേ. ഒന്നില്ലെങ്കിൽ അവര് കണക്കും കാര്യങ്ങളൊക്കെ അവര് പൊതുസദസ്സിൽ പറയണല്ലോ. അപ്പൊ മണ്ഡലത്തിന് വേണ്ടി രമ്യ ഹരിദാസ് ഒന്നും ചെയ്തില്ലെന്നാണ് നിങ്ങളുടെ അഭിപ്രായം? ഒന്നും ചെയ്തില്ലെന്ന് പറയാൻ പറ്റില്ല. പ്രത്യേകിച്ച് ഓരോരോ ഇപ്പൊ നമ്മുടെ സോണിയാഗാന്ധിന് വിധവാന്ന് കുറച്ച് ആക്ഷേപിച്ചപ്പോ അതിനെ പറ്റിയിട്ട് ഒന്നും പറയാത്ത ആൾക്കാരാണ് 19 MP-മാര്. പിന്നെ കഴിഞ്ഞ കുറി നേടിയെടുക്കാനോ നിന്നിട്ടില്ല നമ്മുടെ പഴയ MP.
പിന്നെ കഴിഞ്ഞ കുറി ഇങ്ങനെ കോൺഗ്രസ് എം പിമാര് 19 ഉണ്ടായി. അതിപ്പോ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി ആവുന്നുള്ള ഒരു ഹ്യൂമർ അങ്ങോട്ട് അടിച്ചു വിട്ടു. അതുകൊണ്ട് ആൾക്കാരുടെ മനസ്സും ജയിച്ചതെന്നാണ് നിങ്ങൾ അതിലെല്ലാ ആൾക്കാരുടെ മനസ്സും അങ്ങോട്ട് ഇപ്പൊ നമ്മുടെ കേരളത്തിൽ നിന്ന് ഒരു എം പി ജയിച്ചു പോയി പ്രധാനമന്ത്രി ആവാന്ന് പറഞ്ഞപ്പോ അതിൽ കൂടുതൽ ഒരു ഭാഗ്യം നമുക്ക് കിട്ടാനില്ല. അപ്പൊ അങ്ങനെ വരാൻ ചാൻസ് കൂടുതലാണെന്ന് കണ്ടപ്പോൾ എല്ലാവരും ആക്കി. പക്ഷെ കോൺഗ്രസ് ഇല്ല. അതിപ്പോ BJP ഭരിക്കുന്നത് മൊത്തം കോൺഗ്രസിന്റെ എത്ര MPമാരും MLA മാരും മന്ത്രിമാരും BJP കാശ് കൊടുത്ത് മറിച്ച്. അത്യാപൂർവം മാത്രമാണ് മറ്റേ ഇടതുപക്ഷത്തിന്റെ 1-2 ആൾക്കാരുടെ വലയ വീഴ്ത്താൻ കിട്ടിയിട്ടുണ്ട്. അത്രേ ഉള്ളൂ. 20-ൽ എത്ര പ്രതീക്ഷിക്കുന്നുണ്ട്? നമ്മളെ പ്രതീക്ഷ 20-20 അപ്പൊ ഇവിടെ എന്തായാലും ആലത്തൂർ എന്തായാലും അതിലൊരു സംശയമില്ല. അപ്പോ ആലത്തൂർ പാർലമെന്റ് മണ്ഡലത്തിൽ ഇത്തവണ ശക്തമായ ഒരു പോരാട്ടം നടക്കും. കാരണം ഒരു ഭാഗത്ത് മന്ത്രി രാധാകൃഷ്ണൻ, മറുഭാഗത്ത് MP രമ്യ ഹരിദാസ്. അപ്പൊ ആര് ജയിക്കും എന്നുള്ളതാണ് ചോദ്യം. രാധാകൃഷ്ണനാണ് ജയിക്കുക. രാധാകൃഷ്ണൻ ജയിക്കും. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ആളുടെ ഒരു ക്യാരക്ടർ നമുക്ക് ആദ്യം എടുക്കാം. കാരണം നമ്മൾക്ക് പാർട്ടി പരമല്ലാതെ തന്നെ ആളുടെ അടുത്തേക്ക് നേരിട്ട് പോവുകയാണെങ്കിൽ മറ്റുള്ള ബാഡ്ജ് കുത്തിട്ട് പോവുകയാണെങ്കിൽ കൂടി അങ്ങനെ എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കും. മന്ത്രി രാധാകൃഷ്ണൻ ചെയ്തു കൊടുക്കും. ചേലക്കര പോയി ചോദിച്ചാൽ പറയും. അത് എല്ലാ നാട്ടുകാർക്ക് എല്ലാവർക്കും അറിയാവുന്ന കേസാണ്. അപ്പോ മന്ത്രി രാധാകൃഷ്ണൻ ജയിച്ചിരിക്കും. കൺഫേം ആണ്.